ഹലോ ബഡീസ്, നമ്മൾ ഇന്ന് ഹണ്ടർ സീസൺ 1 എപ്പിസോഡ് 6 ആണ് നോക്കാൻ പോകുന്നത്. അതും നമ്മുടെ പൃഥ്വിരാജിന്റെ വോയിസിൽ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഗോണിനെയാണ് കാണിക്കുന്നത്. ഗോൺ പറയുന്നുണ്ട്, ഹിസോക്കനെ പിടിച്ചപ്പോൾ എനിക്ക് അവിടെ നിന്നും വളരെ പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്നും ചാടി ഓടാനാ തോന്നിയത്. പക്ഷേ അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ പേടി എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്ക് ആദ്യമായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇനിയും പഠിക്കാൻ പോവാണെന്ന് നമ്മുടെ ഗോണ് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഓടി ആ ഫേസ് 2ന്റെ ഫ്രണ്ടിലോട്ട് എത്തുകയാണ്. ആ ഫേസ് 2ന്റെ ഫ്രണ്ടിലാണെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പാസ്സായിട്ട് അവിടെ നിന്നും ഓടി ഇങ്ങനെ കഥച്ചുകൊണ്ടിരിക്കുക. ഈ ലിയോറി എവിടെയാണെന്നും പറഞ്ഞ് നമ്മുടെ ഇങ്ങനെ ഗോണ് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫ്ലാഷ് പോലെ വന്നിട്ട് അവിടെ നമ്മുടെ ഹിസോക്കനെ കാണിക്കുക. അപ്പോൾ നിന്റെ ലിയോറി ആ സൈഡ് ഞാൻ ഇരുത്തി വെച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഗോൺ അവിടെ നോക്കുമ്പോൾ നമ്മുടെ ലിയോറി ഒരു മരത്തിന്റെ താഴെ ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ലിയോറി അവരെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് എന്ത് സംഭവിച്ചേ, എനിക്ക് എന്തെങ്കിലും ആയോ എന്ന് നമ്മുടെ ലിയോറിയെ ചോദിക്കുക. അപ്പൊ ഇത് കേട്ട് നമ്മുടെ കുറാപ്പിക്ക ഇവൻ എല്ലാ കാര്യങ്ങളും മറന്നുപോയി എന്നാ തോന്നുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ ഇവനോട് പറയണ്ടെന്നും നമ്മുടെ ഗോണിനോട് കുറാപ്പിക്ക പറയാം. ആ സമയത്ത് തന്നെ നമ്മുടെ കിലുയ ഗോണിന്റെ അടുത്തേക്ക് എത്തുക. എന്നിട്ട് കിലുയ, നീ തോറ്റു പോകുമെന്ന് വിചാരിച്ചേ, ഇത്ര നേരം ഞാൻ നീ വരുതാന്ന് പ്രതീക്ഷിച്ചേ, കുറെ നേരം ഞാൻ വെയിറ്റ് ചെയ്തു, ഞാൻ ഓടി മതിയായിട്ട് ഈ ഫേസ് 2 തോറ്റുപോയി എന്ന് വിചാരിച്ചു, പക്ഷെ നീ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തിയല്ലോ എന്ന് നമ്മുടെ കിലുയ ഗോണിനോട് പറയുന്നുണ്ട്. അങ്ങനെ അത് കെട്ടിയത് ഇവരെല്ലാവരെയും കറക്റ്റ് ഈ ഫേസ് 2 കൊണ്ടുവന്ന ആ ആളില്ലേ, ഹൈറ്റ് ആയിട്ടുള്ള ആ പുള്ളി പറയാ ഇവരോട്, ഇതുവരെ എനിക്ക് നിങ്ങളെ വഴി കാട്ടിയാൽ മതി, ഞാൻ ഇവിടെ നിന്നും പോവാന്നും പറഞ്ഞ് ആ പുള്ളി ഇവരെ വിട്ടിട്ട് പോവാണ്. അപ്പൊ ഇനി ആരാണ് ഇവരെ ജഡ്ജ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ആ സീനിൽ ഒരു രണ്ടുപേരെ കാണിക്കാണ്. ഒരു നല്ല തടിയായിട്ടുള്ള ഒരാളും അതേപോലെ തന്നെ ഒരു ഗേളിനെയും കാണിക്കുന്നുണ്ട്. അപ്പൊ അവർ ഈ എക്സാമിനേഴ്സിനോട് പറയുന്നുണ്ട്, ഞങ്ങളാണ് ഇനി നിങ്ങളുടെ ജഡ്ജസ്, എന്റെ പേരാണ് മിൻജി, ഇവന്റെ പേര് ബുഹാര എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ജഡ്ജസ്. അപ്പൊ ഈ ഫേസ് 2ന്റെ എക്സാം നടത്താൻ പോകുന്നത് ഈ രണ്ട് ജഡ്ജസ് ആയിരിക്കും. അപ്പൊ ഇവരെ കണ്ടതോടുകൂടി ഈ ഹണ്ടേഴ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ടൈപ്പ് ഹണ്ടർ ആണെന്ന്. അപ്പൊ കാരണം ഈ ജഡ്ജസ് എല്ലാവരും ഹണ്ടേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ടൈപ്പ് ഹണ്ടേഴ്സ് ആണെന്ന് ഈ ഹണ്ടേഴ്സ് ചോദിക്കുമ്പോൾ ആ ജഡ്ജസ് പറയാ, ഞങ്ങൾ ഗാർമെന്റ് ഹണ്ടേഴ്സ് ആണ്. ഈ ഗാർമെന്റ് ഹണ്ടേഴ്സ് എന്താന്ന് വെച്ചാൽ ടേസ്റ്റ് ഹണ്ടേഴ്സ് എന്നും അവർ പറയാറുണ്ട്. കാരണം ഈ ടേസ്റ്റിന് വേണ്ടി കുറെ കാര്യങ്ങൾ യൂസ് ചെയ്ത് ടേസ്റ്റ് വരുത്താൻ വേണ്ടി ചെയ്യുന്ന ഹണ്ടേഴ്സ് ആണ് ഈ ഗാർമെന്റ് ഹണ്ടേഴ്സ്. അപ്പൊ ഇത് കേട്ട് ഈ എക്സാം എഴുതാൻ വന്നവരൊക്കെ ചിരിക്കുക, ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഹണ്ടേഴ്സോ അങ്ങനെയൊക്കെ ഹണ്ടേഴ്സ് ഉണ്ടെന്നും പറഞ്ഞ് ഈ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുക. ഇത് നടക്കുന്നതെല്ലാം നമ്മുടെ ഫസ്റ്റ് ഈ വഴികാട്ടിയ ആളും ദൂരെ നിന്നും ബൈനോക്കുലർ നോക്കിയിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് സ്വയം ചിന്തിക്കുകയാണ്, ശരിക്കും ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഇവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചിരിക്കുന്നതെന്നും പറഞ്ഞ് ഈ പുള്ളി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഇങ്ങനെ ഹണ്ടേഴ്സ് ഒക്കെ ചിരിക്കുന്നത് കണ്ടതോടുകൂടി നമ്മുടെ മെഞ്ചിക്ക് നല്ല പോലെ ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ശരി ഓക്കെ, നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഫേസ് 2യുടെ എക്സാം എന്ന് പറയാം. ആ സമയത്ത് തന്നെ നമ്മുടെ ബുഹാര വലിയൊരു കാലെടുത്ത് വെക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ടെസ്റ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കുക്ക് ചെയ്യണം. അപ്പൊ കുറെ സാധനങ്ങൾ കുക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ ടെസ്റ്റ് എന്ന് നമ്മുടെ ബുഹാര പറയാ. എന്നിട്ട് ഇന്നത്തെ ഡിഷ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ പോർക്ക് ഉണ്ടായിരിക്കണം, പോർക്ക് വെച്ചിട്ടുള്ള ഡിഷ് ആയിരിക്കണം നിങ്ങൾ ഇന്ന് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മുടെ ബുഹാര പറയാം. അപ്പൊ ഈ പന്നിനെ എവിടെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ബുഹാര പറയുന്നുണ്ട്, അത് ഈ കാട്ടിലുണ്ടാവും, ഈ കാട്ടിൽ കുറെ പന്നികളുണ്ട്, അപ്പൊ ഏതെങ്കിലും പന്നിനെ പിടിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ ഈ പോർക്ക് ഡിഷ് ഉണ്ടാക്കണമെന്ന് പറയാം. അപ്പൊ ഇത് കേട്ട ഉടൻ ഈ ഹണ്ടേഴ്സ് എല്ലാവരും കാട്ടിലോട്ട് ഓടുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ ബുഹാര വിചാരിക്കുന്നുണ്ട്, പന്നിയുടെ കയ്യിൽ നിന്ന് ചാവാതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിങ്ങനെ ചുമ്മാ അവര് ലൈറ്റ് ചിരിച്ചിരിക്കുക. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഹണ്ടേഴ്സ് എല്ലാവരും കാട്ടിലോട്ട് പോയിട്ട് ഈ കുട്ടിപ്പന്നി നീ എവിടെയാണെന്നും പറഞ്ഞ് ഈ പന്നികളെ തെരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഗോണും കിലുയും കുറാപ്പിക്കും എല്ലാവരും കൂടി ഈ പന്നിയെ തെരഞ്ഞു പോകുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഗോഡ് ഒരു മലിന്റെ താഴെ നിന്നും താഴേക്ക് വീഴുക. അവിടെ തന്നെ നമ്മുടെ കിലുയും വീഴുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ കുറെ പന്നികൾ കാണാം. ശരിക്കും ചെറിയ പന്നികളല്ല, വലിയ വലിയ പന്നികളാണ്. അതുമാത്രമല്ല പുല്ലല്ല അവർ തിന്നുന്നേ, ശരിക്കും മറ്റുള്ള മൃഗങ്ങളെ കൊന്നു തിന്നാണ് ഈ പന്നികള്. ഇത് കണ്ട ഉടൻ ഈ 4 പേര് ഇങ്ങനെ പേടിച്ചോടുക. കാരണം ഈ പന്നികൾ ഇവരെ മുറുക്കാൻ തുടങ്ങാണ്. അപ്പൊ ഇവരിങ്ങനെ ഓടുന്ന സമയത്ത് ദൂരെ മറ്റുള്ള ഹണ്ടേഴ്സ് എന്താ ഇവരിങ്ങനെ ഓടി വരുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇവർ ഈ ഹണ്ടേഴ്സിന്റെ അടുത്തെത്തുമ്പോഴാണ് ഈ ഹണ്ടേഴ്സിന് പിടികിട്ടുന്നത് ശരിക്കും വലിയ പന്നികൾ ഇവരെ ആക്രമിക്കാൻ വരികയാണെന്ന്. അപ്പൊ ഇവരും അവരുടെ കൂടെ ചേർന്ന് ഓടുക പേടിച്ചിട്ട്. അപ്പൊ ഈ മറ്റുള്ള ഹണ്ടേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഈ പന്നികൾ എല്ലാവരും. നമ്മുടെ ഈ 4 പേരാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് തന്നെ കുറെ പേര് നമ്മുടെ പന്നികൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പന്നിക്ക് ഒരു പോറല് പോലും ഏൽക്കുന്നുണ്ടാവില്ല. അപ്പൊ ബുഹാര ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയാ, ഈ പന്നികളുടെ മൂക്ക് വളരെ സ്ട്രെങ്ത് കൂടുതലാണ്, ഇതിനെ പറയുന്നത് തന്നെ ഒരു സ്റ്റാമ്പ് പിഗ് എന്നാണ്. കാരണം ഇതിന്റെ മൂക്കിന് വളരെ ശക്തിയുണ്ട്. അപ്പൊ എത്രമാത്രം അറ്റാക്ക് ചെയ്താലും ഇതിന്റെ മൂക്കിന് ഒരു പ്രശ്നവും വരില്ല. അപ്പൊ കുറെ ഹണ്ടേഴ്സ് ഇതിന്റെ അറ്റാക്കിൽ മരിക്കുമെന്ന് നമ്മുടെ ബുഹാര ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മുടെ ഗോണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു പന്നി വരുന്നുണ്ടാവും. ആ പന്നി വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഗോണ് പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു മരത്തിന്റെ അവിടെ പോയിട്ട് പന്നി ഇരിക്കുക. ഈ മരത്തിന്റെ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് മരത്തിൽ നിന്നും കുറെ പഴങ്ങൾ താഴെ വീഴുന്നുണ്ട്. കറക്റ്റ് നമ്മുടെ പന്നിയുടെ നെറ്റിയിലാണ് വീഴുന്നത്.
അപ്പൊ നെറ്റ് വീണ ഉടൻ പന്നിയുടെ മൂക്കൊക്കെ ഒരുമാതിരി ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നല്ലപോലെ നിരീക്ഷിച്ച ഗോണ് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആ പന്നിയുടെ നെറ്റിൽ തന്നെ ഒരു അറ്റാക്ക് കൊടുക്കുക. ഇത് കിട്ടിയ ഉടൻ ആ പന്നി അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. അപ്പൊ ഇതറിഞ്ഞ് ഗോൺ എല്ലാവരോടും പറയുന്നുണ്ട് ഇതിന്റെ വീക്ക് സ്പോട്ട് നെറ്റിയാണ്, അപ്പൊ എല്ലാവരും നെറ്റിയിൽ അറ്റാക്ക് ചെയ്യുമെന്നും പറയാം. ഇതറിഞ്ഞ ബാക്കിയുള്ള ഹണ്ടേഴ്സും എല്ലാവരും പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ പന്നിയുടെ നെറ്റിയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ബുഹാരിയും എന്താ പറയുക ഫുൾ ഇങ്ങനെ പുകമയമാണല്ലോ, കുറെ പേര് മരിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഈ പന്നിയുടെ നെറ്റിയിൽ അറ്റാക്ക് ചെയ്തിട്ട് പോർക്ക് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഈ പന്നിയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹണ്ടേഴ്സ് എല്ലാവരും ഈ പന്നിയെ ഒരു ഗ്രില്ല് ചെയ്യുന്ന പോലെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഡയറക്റ്റ് ആയിട്ട് ഒരു ഫുള്ള് പന്നിയെ തന്നെ ഇവർ ഈ കോര് കുത്തിയിട്ട് ഫുള്ള് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്തും ആ ഫസ്റ്റ് ഫേസിൽ ഇവരെ വഴി കാട്ടിയ ആ പുള്ളി ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ടെസ്റ്റിന് വേണ്ടി തന്നെ ഇത്രയും പന്നികളെയാണ് അവർ കൊന്നിരിക്കുന്നത്. അപ്പൊ ദൂരെ ഇങ്ങനെ ബൈനോക്കുലറിൽ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയാണ് ശരിക്കും ടെസ്റ്റ് നടക്കാൻ പോകുന്നത്, ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാമെന്ന് ആ ബൈനോക്കുലറിലൂടെ ഇങ്ങനെ നോക്കി ആ പുള്ളി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അത് കട്ട് ചെയ്ത് ഫസ്റ്റ് ഈ ഡിഷ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ടോഡാണ്. അപ്പൊ ടോഡ പോയിട്ട് ഈ ബുഹാരയുടെ അടുക്കും നമ്മുടെ മെഞ്ചിന്റെ അടുത്തും പോയിട്ട് ഈ ഡിഷ് കൊടുക്കുമ്പോൾ ബുഹാര പറയുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടു, സൂപ്പർ ഡിഷാണെന്നും പറഞ്ഞ് ആ ഡിഷിനെ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മെഞ്ചി ആണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല എന്നും പറയാം. അപ്പൊ നമ്മുടെ ടോഡ് ചോദിക്കുക എന്റെ ഡിഷ് എന്തുകൊണ്ടാണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മെഞ്ച് പറയുന്നുണ്ട് പുറമെ നിന്റെ ഫുള്ള് ക്രിസ്പിയാണ്, ഉള്ളിൽ ഒന്നും വെന്തിട്ട് പോലും ഇല്ല, നിന്റെ എന്ത് ഡിഷാന്നും പറഞ്ഞ് ആ ഡിഷിനെ റിജക്ട് ചെയ്യണം. അത് റിജക്ട് ചെയ്ത് അടുത്തതായിട്ട് നമ്മുടെ നിഞ്ച വന്ന് പ്രസന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബുഹാരയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ മെഞ്ചിക്ക് പിന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതും റിജക്ട് ചെയ്യണം. അങ്ങനെ കുറെ പേര് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടെങ്കിലും എല്ലാം റിജക്ട് ചെയ്യണം നമ്മുടെ മെഞ്ചി. അപ്പൊ ഇതൊക്കെ നിരീക്ഷിക്കുന്ന നമ്മുടെ ലിയോറിയും നമ്മുടെ കുറാപ്പിക്കും ഗോണും ഇവര് നമ്മുടെ ഡിഷിന്റെ ടേസ്റ്റ് അല്ല നോക്കുന്നത്, പ്രസന്റേഷൻ എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല പോലുള്ള പ്രസന്റ് ചെയ്യാന്നും പറഞ്ഞ് അപ്പൊ എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ലിയോറിക്ക് ഒരു ഐഡിയ തോന്നിയിട്ട് അവന്റെ പന്നിയുടെ ഡിഷ് എടുത്ത് കൊണ്ടുപോയിട്ട് ഒരു കൊടിയൊക്കെ നാട്ടിയിട്ട് പറയുന്നുണ്ട് ഇതാണ് എന്റെ കൊടി നാട്ടിയിട്ടുള്ള പന്നി, എങ്ങനെയുണ്ട് എന്റെ പ്രസന്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുമ്പോൾ മെഞ്ച് അതുകൊണ്ട് ദേഷ്യത്തോടെ ആ പന്നിയും റിജക്ട് ചെയ്യാണ്. അടുത്തതായിട്ട് നമ്മുടെ കുരാപ്പിക്ക ഒരു ബർഗർ പോലെയൊക്കെ ആക്കിയിട്ട് ഒരു ഷേപ്പിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇത് കണ്ട് മെഞ്ചി ഇത് കാണാൻ ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലോ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിലും വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും നമ്മുടെ മെഞ്ചിക്ക് തോന്നുന്നില്ല. അപ്പൊ കുറാപ്പിക്കും റിജക്ട് ചെയ്യാണ്. ഇതിന് മുന്നേ കൊണ്ടുവന്ന ഡിഷ് എത്ര നന്നായിരുന്നു, ഇതൊരു വെറും മോശമെന്നും പറഞ്ഞ് അതിനെ റിജക്ട് ചെയ്യാണ് നമ്മുടെ മെഞ്ചി. ആ സമയത്ത് തന്നെ നമ്മുടെ ബുഹാരോ ആ റിജക്ട് ചെയ്ത ബർഗറിനെയും തിന്നുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ട് ലിയോറി പറയുന്നുണ്ട് എന്റെ ഡിഷ് നിന്റെ ഡിഷിനേക്കാൾ എത്ര നല്ലതാണെന്ന് മെഞ്ചി പറഞ്ഞു. ഓ നിന്റെ ഇത്രയും മോശമാണെന്നൊക്കെ പറഞ്ഞ് ലിയോറി അവിടെ ഇരുന്ന് ഇങ്ങനെ അടിയും കൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ ബുഹാരോ ആണെങ്കിൽ ഇവർ കൊണ്ടുവന്ന ഫുള്ള് പന്നിയും തിന്ന് വയറ്റിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പന്നിയുടെ അസ്ഥികൂടങ്ങളൊക്കെ പിന്നിൽ കാണാൻ കഴിയും നമുക്ക്. എല്ലാവരുടെയും ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല മെഞ്ചി. എല്ലാവരും റിജക്ട് ചെയ്യണം. അപ്പൊ മെഞ്ചി പറയാ ഇപ്രാവശ്യം നിങ്ങൾ ആരും ജയിച്ചിട്ടില്ല, നിങ്ങൾ എല്ലാവരും തോറ്റു എന്ന് പറയാം. ഇത് പറയുന്നത് ദൂരം നിന്നും ആ ഫസ്റ്റ് ഫേസിൽ വഴി കാട്ടിയ ആൾ കേൾക്കുന്നുണ്ടാവും, ആ മീശയുള്ള ആള്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ഇപ്രാവശ്യം ഇതേപോലെ നടന്നു, നമുക്ക് ബോസിനെ വിളിച്ചു പറയാമെന്നും പറഞ്ഞ് ഒരു ഫോൺ എടുത്ത് ബോസിനെ വിളിക്കുകയാണ്. അവിടെയാണ് ശരിക്കും ഈ 100 എക്സാമിന്റെ ബോസിനെ കാണിക്കുന്നത് ഒരു വയസ്സായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇപ്രാവശ്യം മെഞ്ചി ഇത് ചെയ്തോന്നും പറഞ്ഞ ആ ബോസ് എനിക്ക് താഴേക്ക് ഇറങ്ങി അവിടെ പോകാനുള്ള സമയമായി എന്നും പറഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ നിൽക്കുക. ഇതൊക്കെ കേട്ട് ഫുള്ള് ടെൻഷൻ ആവുകയാണ് അവിടുത്തെ ഹണ്ടേഴ്സ്. അപ്പൊ ടോഡ് പറയുന്നുണ്ട് ഞാൻ ഒരു ബ്ലാക്ക് ബെൽറ്റ് ഹണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാം എഴുതാൻ വന്നത്. ഈ ചെറിയ ചീളി കേസ് കുക്ക് ഹണ്ടറൊക്കെ എന്നെ എന്ത് ചെയ്യാനാ, നീ പറഞ്ഞിട്ടാണ് ഞാൻ റിജക്ട് ചെയ്യാൻ പോണേന്നൊക്കെ പറഞ്ഞ് ഈ ടോഡ് ഫുള്ള് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ നിഞ്ചയും പറയുന്നുണ്ട് ഈ പോർക്ക് വെച്ചിട്ടുള്ള ഡിഷ് ആരുണ്ടാക്കിയെന്നെന്താ, ഇവർക്ക് ടേസ്റ്റ് ചെയ്ത് എല്ലാവരെയും പാസ്സാക്കിയ പോരെ എന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ നിഞ്ച ഇതൊക്കെ കേട്ട് നല്ല പോലെ ദേഷ്യപ്പെടുക. എന്നിട്ട് നിഞ്ചയോട് നീ ഉണ്ടാക്കുന്ന ഡിഷ് തന്നെ നന്നായിട്ടില്ല, അത് കഴിക്കാൻ പോലും പറ്റുന്നില്ല, നിന്നെയൊക്കെ ഞങ്ങളെ പാസ്സാക്കണമെന്നും പറഞ്ഞ് എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ് മിഞ്ചി. എന്നിട്ട് നൈസായിട്ട് മിഞ്ചി വന്നിരുന്നിട്ട് പറയാ നിങ്ങളെല്ലാവരും ഈ 100 എക്സാമിൽ റിജക്റ്റ് ആയി, നിങ്ങൾ ആരും ഇതിന് ക്വാളിഫൈ ആയിട്ടില്ല എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. ഇതൊക്കെ കേട്ടിട്ട് ടോഡ് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ബ്ലാക്ക് ലിസ്റ്റ് ഹണ്ടർ ആവാൻ വേണ്ടി ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറും ഒരു ഗാർബന്റ് ഹണ്ടർ, ഒരു കുക്കിന്റെ അടുത്ത് ഞാൻ തോറ്റുപോയെന്നോ, നീ ഒന്നും വലിയ ഹണ്ടർ ഇല്ലാന്നും പറഞ്ഞ് മെഞ്ചിയെ ഫുള്ള് ഇട്ട് ദേഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ടോഡോ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ടോഡോ ഓ ഒരു കുക്ക് ഹണ്ടർ എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ കളിയാക്കാണ്, എന്നാ വാ നമുക്ക് ഒരു കൈ നോക്കാന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോഡോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് മെഞ്ചിയെ. പക്ഷെ ഒറ്റ മെഞ്ചിയുടെ ഒരു അറ്റാക്കിൽ തന്നെ നമ്മുടെ ടോഡോ മറുതി വീഴുകയാണ്. അത്രയും ശക്തിയാണ് നമ്മുടെ മിഞ്ചിക്ക്. എന്നിട്ട് കുറെ വാളൊക്കെ വെച്ച് കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് മിഞ്ചി. അത്രയും നല്ല ഫൈറ്റർ കൂടിയാണ് ഈ കുക്ക് ഹണ്ടേഴ്സ് ആയിട്ടുള്ള ഈ മിഞ്ചിയും ബുഹാരിയും. എന്നിട്ട് ഇവര് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ തെറ്റുകൾ എന്താണെന്ന് നമ്മുടെ മിഞ്ചി പറയാൻ തുടങ്ങുക. നിങ്ങൾ ചുമ്മാ കുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചുമ്മാ വേവിച്ചു തന്നതാ, അത്യാവശ്യം കുറെ കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്തില്ല, എന്തൊക്കെ നമ്മൾ ചെയ്യാം, എന്തൊക്കെ വെറൈറ്റി ആയിട്ട് നിങ്ങളുടെ കഴിവുകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ചു പോലും നോക്കിയില്ല. ഇതിനേക്കാളും എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ശക്തി വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാതെ പോയി. ഇതുപോലെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ റിജക്ട് ചെയ്തതെന്ന് നമ്മുടെ മിഞ്ചി ഇവരോട് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആകാശത്തിൽ വലിയൊരു എയർ ബലൂൺ കാണിക്കുക.
ആ എയർ ബലൂണിൽ നമ്മുടെ 100 സിമ്പിളും ഉണ്ട്. അപ്പൊ ഈ 100 തന്നെ ഒരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷന്റെ വണ്ടിയാണ് ഈ എയർ ബലൂൺ. അപ്പൊ ഈ 100 അസോസിയേഷന്റെ ഹെഡാണ് ഈ വയസ്സായിട്ടുള്ള പുള്ളി. ആ പുള്ളി ഒരു മടിയും കൂടാതെ ആകാശത്ത് നിന്ന് ആ എയർ ബലൂണിൽ നിന്നും താഴേക്ക് ചാടുകയാണ്. എന്നിട്ട് ചാടിയിട്ട് ഈ ഹണ്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തണം. ഇതിന്റെ ചെയർമാൻ വന്നിട്ട് വെഞ്ചിയോട് പറയുന്നുണ്ട്, നീ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഇപ്പോഴും എല്ലാവരെയും റിജക്ട് ചെയ്തൂല്ലേ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ചെയർമാന്റെ പേര് നെറ്റുറോ ആണ്. അപ്പൊ വെഞ്ചി ഇത് കേട്ടോടെ എന്നെ ഇവർ നല്ലപോലെ ദേഷ്യപ്പെടുത്തി, അതുകൊണ്ടാണ് ഞാൻ റിജക്ട് ചെയ്തത്. എന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എല്ലാവരും റിജക്ട് ചെയ്യാൻ പാടില്ല, കുറച്ചുപേര് ഇതും പാസ് ചെയ്യണം. അപ്പൊ നമ്മുടെ നെറ്റുറോ, ഓക്കെ ഞാൻ നിന്നെ ശിക്ഷിക്കുന്നൊന്നുമില്ല, പക്ഷെ നീ എല്ലാവരും റിജക്ട് ചെയ്തതിന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. കാരണം ഇവർ ഉണ്ടാക്കിയ ഡിഷൊന്നും അത്ര ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ നിനക്ക് ഇന്നത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ നീ ഒരു ഡിഷ് ഉണ്ടാക്കുക. ആ ഡിഷ് ഇവർ കഴിച്ചിട്ട് മനസ്സിലാവട്ടെ ഈ 100 HM എല്ലാം വന്ന ആൾക്കാരും നിന്റെ ഡിഷും തമ്മിൽ എത്രമാത്രം വ്യത്യാസമുണ്ട്, എത്ര നല്ല ഡിഷാണെന്ന് ഇവർക്ക് മനസ്സിലാവട്ടെ എന്ന് നമ്മുടെ മിഞ്ചിയോട് ഈ ചെയർമാൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് മിഞ്ചി, ഓ ഇതൊരു നല്ലൊരു ഐഡിയ ആണ്, അപ്പൊ ഞാനൊരു ഡിഷ് ഉണ്ടാക്കാം. ഇത് കേട്ട് അവർക്ക് മനസ്സിലാവട്ടെ ഈ ഹണ്ടേഴ്സിന്റെ ഡിഫറൻസ് എന്താണെന്ന്. അപ്പൊ അതോടുകൂടി നമ്മുടെ മിഞ്ചി പറയുന്നുണ്ട്, ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ കിട്ടില്ല, നമുക്ക് സ്പ്രിഗ് മൗണ്ടൈനിലോട്ട് പോകാം. അപ്പൊ മിഞ്ചി നെറ്റൂരോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരെയും ഈ എയർ ബലൂണിലൂടെ സ്പ്രിഗ് മൗണ്ടൈനിലോട്ട് കൊണ്ടുപോകുമെന്ന് നമ്മുടെ മിഞ്ചി ചോദിക്കുക. അങ്ങനെ ഇവരെല്ലാവരും ഈ ഹണ്ടേഴ്സ് എല്ലാവരും സ്പ്രിഗ് മൗണ്ടൈനിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ആ മലയിൽ വലിയൊരു വിടവ് കാണുന്നുണ്ട്, വലിയ ആഴമുള്ള ഒരു വിടവാണ്. അപ്പോൾ ഇന്നത്തെ ഡിഷിന്റെ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ചാൽ സ്പൈഡറിന്റെ എഗ്സ് ആണ് എന്ന് നമ്മുടെ മിഞ്ചി പറയുന്നുണ്ട്. എന്നിട്ട് മിഞ്ചി ഇത് പറഞ്ഞതോടുകൂടി തന്നെ ആ വിടവിലോട്ട് താഴെ ചാടുകയാണ്. അവിടെയാണെന്ന് വെച്ചാൽ ഫുള്ള് സ്പൈഡർ വെബ്സിന്റെ നടുക്ക് കുറെ മുട്ടകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ള മൃഗങ്ങളും പക്ഷികളൊന്നും ഈ മുട്ട തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൈഡേഴ്സ് ഈ മുട്ട ഇങ്ങനെ ഒരു വലയിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. മിഞ്ചി താഴേക്ക് ചാടി ഒരു വലയിൽ പിടിച്ചിട്ട് ഒരു മുട്ടയെ ഇങ്ങനെ സൂക്ഷിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു മുട്ടയെ ഫോക്കസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ആ മുട്ടയെ പിടിച്ച് താഴേക്ക് ചാടുക. അപ്പൊ ഇവരെല്ലാവരും കണ്ട്, അയ്യോ ഇവർ താഴേക്ക് വേണല്ലോ, ഒരു നല്ലൊരു 100 താഴേക്ക് ഇന്ന് മരിച്ചു പോയല്ലോ എന്നൊക്കെ നമ്മുടെ ലിയോറി പറയുന്നുണ്ട്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞുടൻ ആ മുട്ടിയുമായിട്ട് നമ്മുടെ മിഞ്ചി ഡയറക്റ്റ് മോഡിലോട്ട് വരികയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ വിടവിന്റെ ഒരു പ്രത്യേകതയാണ്, താഴ്ന്ന മുകളിലോട്ടാണ് കാറ്റടിക്കുക. അപ്പൊ ആ കാറ്റിന്റെ കൂടെ നമുക്ക് മുകളിലോട്ട് വരാൻ പറ്റും. അപ്പൊ മിഞ്ചി ആ മുട്ടയുമായിട്ട് മുകളിലോട്ട് എത്തുകയാണ്. അപ്പൊ ഇത് കേട്ട് മറ്റുള്ള ഹണ്ടേഴ്സിനോട് നമ്മുടെ മിഞ്ചി പറയുന്നുണ്ട്, നിങ്ങളും ഇതേപോലെ മുട്ട ശേഖരിച്ച് വരണം, ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മിഞ്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഗോണും കിലുവിന്റെ ടീം എല്ലാവരും കൂടി വളരെ ആഹ്ലാദത്തോടെ താഴേക്ക് ചാടുക. അതോടുകൂടി തന്നെ മറ്റുള്ള ഹണ്ടേഴ്സും താഴേക്ക് ചാടി മുട്ടയെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒരുത്തൻ വളരെ പെട്ടെന്ന് തന്നെ ആ മുട്ട എടുക്കണം എന്ന് പറഞ്ഞ് താഴേക്ക് ചാടുന്നുണ്ട്. ആ മുട്ടയും എടുത്ത് താഴേക്ക് ചാടുക. പക്ഷെ മിഞ്ചി മോഡിലോട്ട് വന്ന പോലെ കാറ്റടിച്ച് ആ ആദ്യം ചാടിയവൻ മോഡിലോട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ കേട്ട് അയ്യോ അവൻ മരിച്ചു പോയല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോണ് എന്തോ മണത്തുകൊണ്ട് പറയുന്നുണ്ട്, ഇവരെ കാറ്റ് എല്ലാ സമയത്തും അടിക്കില്ല, ഒരു പ്രത്യേക സമയത്ത് മാത്രമേ അടിക്കുള്ളൂ. അപ്പൊ ഞാനിത് മണത്ത് നോക്കിയിട്ട് പറയാം എപ്പോഴാ വരുന്നതെന്ന് പറയാമെന്ന് നമ്മുടെ ഗോണ് പറയുന്നുണ്ട്. അപ്പൊ ഗോണ് എപ്പോഴാ ഇങ്ങനെ കാറ്റ് വരുന്നതെന്നും പറയുന്നതും നോക്കി മറ്റുള്ള ഹണ്ടേഴ്സും ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഈ വെബ് ജോട് ചാടിയിരിക്കുന്നത്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും വെയിറ്റ് കാരണം ഈ വല അങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ കുറെ പേര് പിടിച്ചിട്ട് ഗോണ് പറയുന്നൊന്നും കേൾക്കാതെ പെട്ടെന്ന് തന്നെ ചാടുകയാണ് ആ മുട്ട പിടിക്കാൻ വേണ്ടി. പക്ഷെ അവരൊന്നും ഈ കാറ്റ് വരാത്തത് കൊണ്ട് താഴേക്ക് ചാടി മരിക്കുക. അപ്പൊ കുറെ പേര് എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞ് ഇങ്ങനെ പേടിച്ചോണ്ടിരിക്കുക. അപ്പൊ ലിയോറിയും കുറാപ്പിക്കൊക്കെ പറയുന്നുണ്ട്, ഇപ്പൊ വല പൊട്ടാൻ പോവുക, നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അപ്പൊ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടൻ നമ്മുടെ ഗോണ് പറയാ, ഇപ്പഴാ കറക്റ്റ് ടൈം, എല്ലാവരും ചാടിക്കുമെന്ന് പറയാം. അപ്പൊ ഇത് കേട്ട് എല്ലാവരും കറക്റ്റ് ആയിട്ട് താഴേക്ക് ചാടി മുട്ടയൊക്കെ തൈലെടുക്കുകയാണ്. ആ സമയത്ത് തന്നെ കറക്റ്റ് കാറ്റടിച്ച് ഇവരെല്ലാവരും മുകളിലോട്ടും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചെയർമാനായിട്ട് നെറ്റ് ഇത് കണ്ടിട്ട് ഇപ്രാവശ്യത്തെ 100 HM എഴുതാൻ വന്ന കുറെ പേര് നല്ല കഴിവുള്ള ആൾക്കാരാണല്ലോ, എല്ലാവരും അത്യാവശ്യം കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മുടെ നെറ്റൂറോ പറയുന്നുണ്ട്. ഇത് കേട്ടും ഇഞ്ചിയും, നിങ്ങൾക്ക് താഴെ ചാടാൻ പേടിയായതുകൊണ്ടല്ല നിങ്ങൾ മുകളിലോട്ട് നിന്നേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ട് കളിയാക്കാം. അങ്ങനെ ഇവരെല്ലാവരും കൂടി ആ മുട്ട എടുത്തിട്ട് ബോയിൽ ചെയ്യാണ് എല്ലാ മുട്ടയും. കുറച്ചു നേരം കഴിയതോടുകൂടി വൈകുന്നേരം ആവാണ്, അതും ഈ മുട്ടയെല്ലാം ബോയിലും ആയിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഈ ബോയിൽ ചെയ്ത മുട്ട കഴിച്ചു നോക്കുക. ഇത് കഴിച്ചുടൻ എല്ലാവരും അതിശയിക്കുകയാണ്. കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള, അത്രയും നല്ല ടേസ്റ്റ് ഉള്ള മുട്ടയാണ് ഇവർ എടുത്തിട്ട് ബോയിൽ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നല്ല ടേസ്റ്റ് ആണെന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഗോണും ഒരു മുട്ട എടുത്ത് നമ്മുടെ ടോഡോയ്ക്ക് കൊടുക്കുന്നുണ്ട്. ടോഡോ ഇതൊന്ന് കഴിച്ചു നോക്കിയ സൂപ്പർ ആയിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ഗോണ് ടോഡോയ്ക്ക് കൊടുക്കുക. ടോഡോവും അത് കഴിച്ചതോടുകൂടി അതിശയിക്കുകയാണ്, കാരണം അത്രയും നല്ല ടേസ്റ്റുള്ള മുട്ടയാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മീൻജി ടോഡോയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ ഇതുപോലെയുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഹണ്ടിങ്ങേ ചെയ്യുന്നത്,
ഇതുപോലെ കുറേ പുതിയ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹണ്ട് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ മിൻജി ടോഡോയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ടോഡോയ്ക്ക് മനസ്സിലാകുകയാണ് ശരിക്കും എന്താണ് ഈ കുക്ക് ഹണ്ടർ, ഗാർമെന്റ് ഹണ്ടർ എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ടോഡോന് മനസ്സിലാവുക. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ ഫുഡ് കഴിച്ചതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ മൊത്തം 48 അപ്ലിക്കൻസ് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരും ഔട്ടായി പോയി. ഇനി അടുത്ത ഫേസ് എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു.